ഒരു കൊട്ട് അഖിൽമാരാറിന്, ഒരു കൊട്ട് റിയാസ് സലീമിന്. നമുക്കൊരു പോയിന്റ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി വെക്കേണ്ട അവസ്ഥയിലാണ് ശരിക്കും ഇരിക്കുന്നത്. ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ജഡ്ജിങ് പാനൽ അഖിൽമാരാറും റിയാസ് സലീമും വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളത്. സീസൺ 4 റിയാസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അട്ടിച്ച് റിയാസിനെ ഇരുത്തിയാനെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ട്? അഖിൽമാരാറിന്റെ പോളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഇമ്മീഡിയറ്റ്ലി അനലൈസ് ചെയ്തു. അതൊരു റിവഞ്ച് ആയിരുന്നു. എന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത 90% പേരും. അപ്പൊ അങ്ങനെ ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രഞ്ജനി ചേച്ചി തന്നെ നടുക ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയ ഒരവസ്ഥയാണ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് ഫൈറ്റ് ആണ് നമ്മൾ എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ, അവര് തമ്മിൽ തന്നെ ഇന്നർ ഒരു ഫൈറ്റ് നടക്കുന്ന പോലെയാണ് ശരിക്കും ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജഡ്ജിങ് പാനൽ ഇത്രയും ത്രില്ലിംഗ് ആയി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രിഗറിങ് കിങ് ആണ് റിയാസ് സലീം. അതുകൊണ്ടാണ് ഗെയിം ചേഞ്ചർ എന്നുകൂടെ വിളിക്കാൻ കാരണം. അപ്പോൾ പിന്നെ അഖിൽമാരാറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഒന്നും പറയാനില്ല. അഖിൽമാരാറ് ഒട്ടും വിട്ടുകൊടുക്കില്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് നടക്കുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കുന്നതിൽ റിയാസ് കുറച്ച് തമാശയായിട്ടും അഖിൽമാരാർ വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ഒരു ഇന്നർ ഫൈറ്റ്, ഇന്നർ പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ഗെയിം ഷോയുടെ ഇടയിൽ അല്ലാതെ ബിഹൈൻഡ് ദ സ്റ്റേജ് എന്തൊക്കെയോ തർക്കങ്ങളും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആരാണ് നിലപാടിന്റെ കാര്യം ചോദിക്കുന്നത് എന്നുള്ളത്? നിലപാട് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണോ? ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ജഡ്ജിങ് പാനൽ അഖിൽമാരാറും റിയാസ് സലീമും വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളത്. യെസ്, ഈ എപ്പിസോഡുകൾ തുടങ്ങി ആദ്യത്തെ 3 എപ്പിസോഡുകൾ നടന്നപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം ഇവർ തമ്മിൽ ഒരു ഇന്റേണൽ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടെന്ന്. ഒരാൾ ഓരോ കണ്ടസ്റ്റന്റിനെ വിളിക്കുമ്പോൾ അഖിൽമാരാറിന്റെ പൊളിറ്റിക്സിനോട് യോജിക്കാത്ത ആൾക്കാർ, റിയാസ് സലീമിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, അപ്പൊ അങ്ങനെ ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രഞ്ജനി ചേച്ചി തന്നെ നടുക ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയ ഒരവസ്ഥയാണ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് ഫൈറ്റ് ആണ് നമ്മൾ എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയട്ടെ, ബിഹൈൻഡ് ദ സീൻസിലും ഇവർ തമ്മിൽ എന്തൊക്കെയോ ആശയപരമായ ക്ലാഷുകൾ ഈ ഷോയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ബിഹൈൻഡ് ദ സീൻ നിങ്ങൾ കാണാത്ത ഷൂട്ടിംഗ് സമയത്തൊക്കെ, ഈ പറയുന്ന ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട്. ആശയപരമായ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഷൂട്ടിംഗ് അനിശ്ചിത കാലത്തേക്കൊക്കെ നിർത്തിവെക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അത്രയും രീതിയിലുള്ള ഒരു പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം നമ്മൾ ഈ ചാനലിൽ കാണുന്ന ഇത്. കാരണം എപ്പിസോഡ് 1ഉം 2ഉം 3ഉം നിങ്ങൾ എടുത്ത് നോക്ക്, ഒരു കൊട്ട് അഖിൽമാരാറിന്, ഒരു കൊട്ട് റിയാസ് സലീമിന്. നമുക്കൊരു പോയിന്റ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി വെക്കേണ്ട അവസ്ഥയിലാണ് ശരിക്കും ഇരിക്കുന്നത്. അഖിൽമാരാറിന് 1, റിയാസ് സലീമിന് 1, 1-0 ഇങ്ങനെ എഴുതി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ശരിക്കും ഷോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ, അവർ തമ്മിൽ തന്നെ ഇന്നർ ഒരു ഫൈറ്റ് നടക്കുന്ന പോലെയാണ് ശരിക്കും ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജഡ്ജിങ് പാനൽ ഇത്രയും ത്രില്ലിംഗ് ആയി മുന്നോട്ട് പോകുന്നത്. ശരിക്കും റിയാസ് സലീമിന്റെ സീസണിൽ നമ്മളൊരു റോബിൻ റിയാസ് ഫൈറ്റ് ആയിരുന്നു കണ്ടത്. അതൊരു 1.5 ഫൈറ്റ് ആയിരുന്നു. എന്താ പറയാ, റോബിനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം. നമുക്കറിയാം ട്രിഗറിങ് കിങ് ആണ് റിയാസ് സലീം. അതുകൊണ്ടാണ് ഗെയിം ചേഞ്ചർ എന്നുകൂടെ വിളിക്കാൻ കാരണം. ആദ്യമൊക്കെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നെങ്കിലും പിന്നെ ഈ ആൾമാറാട്ടം ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ റിയാസ് സലീം ബിഗ് ബോസ് തൂക്കി എന്നായി ഏകദേശം. അപ്പൊ അതുകൊണ്ട് റിയാസ് റോബിൻ ഒരു ഫൈറ്റ്, ഒരു വാർ തന്നെ ശരിക്കും പറയാൻ അവരുടെ സീസണിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു റിയാസ് റോബിൻ ഫൈറ്റ് ഒക്കെ കണ്ട നമുക്ക് റിയാസിന്റെ ഒരു സ്റ്റൈലും ഒരു രീതിയും ഫൈറ്റ് ഉണ്ടാക്കുന്ന ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. നല്ലോണം ചൊറിയും, നല്ലോണം ഇറിറ്റേറ്റ് ചെയ്യും. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ അഖിൽമാരാറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഒന്നും പറയാനില്ല. അഖിൽമാരാറ് ഒട്ടും വിട്ടുകൊടുക്കില്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് നടക്കുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കുന്നതിൽ റിയാസ് കുറച്ച് തമാശയായിട്ടും അഖിൽമാരാർ വളരെ സീരിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ഓഫ് കോഴ്സ് നമുക്കറിയാം. രണ്ടുപേരുടെ ക്യാരക്ടേഴ്സും നമ്മൾ ബിഗ് ബോസിൽ 100 ദിവസം വരെ കണ്ടേക്കുന്നത് കൊണ്ട് ഇവരെ രണ്ടുപേരെ നമുക്ക് നല്ല അരച്ച് കലക്കി കുടിച്ചറിയാം. ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും, എന്ത് ടോപ്പിക്കായിരിക്കാം ഇവർക്ക് സെൻസിറ്റീവ് ആവാന്നുള്ള. അഗ്നിപരീക്ഷ തുടങ്ങി 3 എപ്പിസോഡ് ആയപ്പോഴത്തേക്കാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇനി മുന്നോട്ട് ഇവർ ഈ ജഡ്ജിങ് പാനലിൽ എന്തായിരിക്കാം അവസ്ഥ എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് കാര്യം. കാരണം ഇവരിപ്പോ പോലും കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നത് ഓരോ ജഡ്ജസിന്റെ തന്നെ ഡിഫറൻസിലാണ്. ഓരോ ജഡ്ജസിന് ഇഷ്ടമല്ലാത്തവർ, അവരുടെ നിലപാടിനോട് യോജിക്കാത്തവർ, അങ്ങനെ ഇഷ്ടം പോലെ
എന്താ റീസൺസ് ഉണ്ട് ഇവർക്ക് കണ്ടസ്റ്റന്റ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി മുന്നോട്ട് ചിലപ്പോൾ ഒരാൾ പറഞ്ഞ ജഡ്ജ്മെന്റിനോട് വേറൊരു ജഡ്ജിന് എതിർപ്പ് ഉണ്ടാവാം. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു ലൈവായിട്ടുള്ള ഒരു ഫൈറ്റ് പോലും നമുക്ക് കാണുന്ന ഒരു സിറ്റുവേഷൻ വരാം. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ ഷോയിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ അതിനും ഒരു സാധ്യത ഞാൻ കാണുന്നു. കാരണം ഇത്രയും ഒരു ഫൈറ്റ് ശരിക്കും നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം പുറത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ഒരു ഇന്നർ ഫൈറ്റ്, ഇന്നർ പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ഗെയിം ഷോയുടെ ഇടയിൽ അല്ലാതെ ബിഹൈൻഡ് ദ സീൻ, ബിഹൈൻഡ് ദ സ്റ്റേജ് എന്തൊക്കെയോ തർക്കങ്ങളും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മളത് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തതാണ്. കാരണം റിയാസ് സലീമിൻ്റെയും ഈ പറയുന്ന അഖിൽ മാരാറിൻ്റെയും തോട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന അവർ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ രണ്ടും രണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എപ്പിസോഡിന്റെ ഇടയ്ക്ക് അഖിൽ മാരാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് റിയാസ് സലീം അവിടെ ഇരുന്ന് ഒരു കളിയാക്കി ചിരിക്കുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ എപ്പിസോഡുകൾ എടുത്തൊന്ന് നോക്കും. പ്രത്യേകിച്ചും ലാസ്റ്റ് എപ്പിസോഡിൽ നിലപാടുകളെ പറ്റി ചോദിക്കുന്നുണ്ടായി അഖിൽ മാരാർ. അപ്പൊ എന്താണ് നിലപാട് എന്ന് അഖിൽമാർ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ, കാരണം നല്ല ആളാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ അഖിൽ മാരാറിനെ കളിയാക്കി കുറെ പേര് പറയുന്നുണ്ടായി. ആരാണ് നിലപാടിന്റെ കാര്യം ചോദിക്കുന്നത് എന്നുള്ളത്? നിലപാട് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണോ നിലപാടുകളെ പറ്റി സംസാരിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു കാരണത്താൽ നിലപാട് എന്താണെന്ന് അഖിൽ മാരാർ ഒരു കണ്ടസ്റ്റന്റിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു സൈഡിലിരുന്ന് റിയാസ് കളിയാക്കി ചിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ എന്തൊക്കെയൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ സംതിങ് ഫിഷി ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ തന്നെ വിസിബിൾ ആണ്. അപ്പൊ ബിഹൈൻഡ് ദ സീൻസിൽ എന്തൊക്കെയാണ് നടക്കാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. വരും എപ്പിസോഡുകളിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം. ഇതിന്റെ ഇടയിൽ കിടന്ന് രഞ്ജനി ചേച്ചി പെടുവോ? എനിക്ക് തോന്നുന്നില്ല രഞ്ജനി ചേച്ചി അങ്ങനെ പെടും എന്ന്. കാരണം രഞ്ജനി ഹരിദാസ് അത്രയും ഇപ്പൊ തന്നെ വളരെ സ്ട്രോങ് ആൻഡ് വൈബ്രന്റ് കട്ടൻട്രി ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടാണ് രഞ്ജനി ഹരിദാസ് നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു ആശയപരമായി പറയുവാണെങ്കിൽ റിയാസും രഞ്ജനിയും ആയിരിക്കാം കുറച്ചും കൂടെ ഒന്ന് അവരുടെ ആശയങ്ങൾ തമ്മിലായിരിക്കാം യോജിച്ച് പോകാൻ സാധ്യത. പക്ഷെ പറയാൻ പറ്റില്ല. പ്ലോട്ട് ട്വിസ്റ്റ് എന്തായിരിക്കും നമ്മൾ കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ രഞ്ജനി ഹരിദാസ് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇവരെ രണ്ടുപേരെയും കൂടെ ഒത്തുപോകാൻ ചിലപ്പോൾ രഞ്ജനി ചേച്ചി പറയായിരിക്കും നിങ്ങൾ വേണേ ഇറങ്ങിപ്പോക്കോ, ഞാൻ ഒറ്റയ്ക്ക് ജഡ്ജ് ചെയ്തോളാം. അത് അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു ലേഡിയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എപ്പിസോഡുകൾ കണ്ടും അഗ്നിപരീക്ഷ കണ്ടും നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. വെയിറ്റ് ആൻഡ് വാച്ച്.